മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. തിരുവനന്തപുരം സ്വദേശിയുടെ ഹൃദയം ദാനം ചെയ്യും. വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരുവാതിൽക്കോട്ട സ്വദേശി കൃഷ്ണലാലിന്റെ ഹൃദയമാണ് ദാനം ചെയ്യുക. ഹൃദയം കൂടാതെ വൃക്കയും കരളും കോർണിയയും കൈമാറും. ഹൃദയം 1 മണിയോടെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്നും എയർ ആംബുലൻസ് വഴി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കും. വിവരങ്ങളുമായി സനിസയാണ് ചേരുന്നത്. സനിസ, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചിരിക്കുന്നത്? തനിസ, പറയൂ. സംസ്ഥാനത്ത് വീണ്ടും ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുകയാണ്. ഇത്തരത്തിൽ ഒരുവാതിൽക്കോട്ട സ്വദേശി കൃഷ്ണലാലിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. ഹൃദയം തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ നിന്നും എയർ ആംബുലൻസ് വഴി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. കൂടാതെ തന്നെ വൃക്കയും കരളും കോർണിയയും ദാനം ചെയ്യുന്നുണ്ട്. ഒരു വൃക്ക GMC തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. മറ്റൊരു വൃക്ക കിംസ് ഹെൽത്തിലേക്കും കരളും കിംസ് ഹെൽത്തിലേക്കും കോർണിയ RIOയിലേക്കുമാണ് കൊണ്ടുപോകുക. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു വാഹനാപകടത്തിനെ തുടർന്ന് ഇയാൾ മരണപ്പെട്ടത്. സൈക്കിളിൽ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോവുകയായിരുന്നു കൃഷ്ണലാൽ. ഒരുവാതിൽക്കോട്ട S വളവിൽ വെച്ച് കാർ ഇടിക്കുകയായിരുന്നു. തുടർന്ന് കിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിൽ തുടരുകയായിരുന്നു. ഇന്നലെ ആണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. ഇതോടുകൂടിയാണ് കുടുംബം ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചത്. 1 മണിയോടെയാണ് ആംബുലൻസ് പുറപ്പെടുക. ഇദ്ദേഹത്തിന്റെ ഹൃദയവും കൂടാതെ വൃക്കകളും മറ്റ് അവയവങ്ങളും ഒക്കെ ദാനം ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചു വരികയാണ്. ഈ ഹൃദയം, അതുപോലെ തന്നെ വൃക്ക, കോർണിയ എന്നിവ സ്വീകരിക്കാൻ സ്വീകർത്താക്കളും തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. വാഹനാപകടത്തെ തുടർന്ന് കുറച്ചു ദിവസമായി ചികിത്സയിൽ തുടരുകയായിരുന്നു. ഇതിനിടെയാണ് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. കുടുംബം ഇതിന് ഈ അവയവദാനം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു. ആശുപത്രി അധികൃതരുടെ നിർദ്ദേശപ്രകാരം അവയവദാനത്തിന് സജ്ജമാവുകയായിരുന്നു. തുടർന്നാണ് ഈ നീക്കങ്ങളൊക്കെ നടക്കുന്നത്. 1 മണിയോടെ കിംസ് ആശുപത്രിയിൽ നിന്ന് എയർ ആംബുലൻസ് വഴി തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഹെലികോപ്റ്റർ വഴി മറ്റോ ആയിരിക്കും ഈ ഹൃദയം കൊണ്ടുപോവുക എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. കോട്ടയത്തെ പോലീസ് ഗ്രൗണ്ടിലേക്കായിരിക്കും ഇത്തരത്തിൽ എത്തുക, ഈ ഹൃദയം എത്തുക. അവിടെ നിന്ന് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഹൃദയം കൊണ്ടുപോകുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ കേസോട്ടോ അറിയിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. കേസോട്ടോ വഴിയാണ് ഈ ഒരു അവയവദാനവും ഹൃദയമാറ്റ ശസ്ത്രക്രിയയും നടക്കുന്നത്. നിലവിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയ, ഈ ഹൃദയം പുറത്തെടുക്കാനുള്ള ശസ്ത്രക്രിയ 12 മണിയോടെ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തനിസ വിവരങ്ങൾ നൽകിയത്.